ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയോൺ എക്സോട്ടിക്സ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ഇപ്പം വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്നേക്ക് ഹെഡ് സീരീസിലെ 13ാമത്തെ എപ്പിസോഡാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം 20 മണ്ടയ്ക്ക് സ്നേക്ക് ഹെഡ്സിനെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന ഒരു 4-5 ടൈപ്പ് സ്നേക്ക് ഹെഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മണ്ടേ കൊടുത്തേക്കാം. ഇതെല്ലാം തന്നെ വേറെ കുറേ സ്നേക്ക് ഹെഡ്സ് നമ്മുടെ ആസാം, അരുണാചൽ പ്രദേശ് എന്നിങ്ങനെ ഏരിയകളിലൊക്കെ കുറേ സ്നേക്ക് ഹെഡ്സിനെ കാണപ്പെടുന്നുണ്ട്. ഇന്ന് അവരെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതിലെ ഒരു 5 എണ്ണം നമ്മൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഫുൾ സ്നേക്ക് ഹെഡിനെ കുറിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പോൾ ഇന്ന് ആദ്യത്തെ 5 എണ്ണത്തിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഫ്റ്റ് വെറൈറ്റി സ്നേക്ക് ഹെഡാണ്. എന്ന് പറഞ്ഞാൽ ഒത്തിരി സൈസ് ഒന്നും ആകാത്ത ചെറിയ സ്നേക്ക് ഹെഡ്. നമ്മുടെ ചെറിയൊരു അക്വേറിയം, ഒരു 2 ഫീറ്റ് ടാങ്കിനകത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വളർത്താൻ വരുന്ന സ്നേക്ക് ഹെഡാണ് ചെന്ന ആൻഡ്രാവ്. ഈ ആൻഡ്രാവ് എന്ന് പേര് വരാൻ കാരണം ആൻഡ്രൂ റാവ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ഒരു പേരിൽ നിന്നാണ് ഈ ആൻഡ്രാവ് എന്നുള്ള പേര് വന്നേക്കുന്നത്. പുള്ളിയാണ് ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് ഒക്കെ നടത്തിയത്. അത് കാരണമാണ് ആൻഡ്രൂ റാവ് എന്നുള്ള പേര് ആൻഡ്രാവ് എന്നായത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഡ്വാർഫ് വെറൈറ്റിയാണ്. ചെറിയ സ്നേക്ക് ഹെഡാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്നേക്ക് ഹെഡാണ് നമ്മുടെ ആൻഡ്രാവ്. ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് വെസ്റ്റ് ബംഗാൾ ആ ഏരിയയിലൊക്കെയാണ്. പിന്നെ ഇതിന് മെയിനായിട്ട് നമ്മൾ ഫീഡ് കൊടുക്കുന്നത് പറഞ്ഞാൽ ഇൻസെക്ട്സും ഇൻവെർട്ടിബ്രേറ്റ്സും ഒക്കെയാണ്. എന്ന് വെച്ചാൽ പുൽച്ചാടി, ചെറിയ വേം, അതൊക്കെയാണ് ഇത് നല്ലതായിട്ട് കഴിക്കുന്നത്. ഇത് നമ്മൾ മറ്റേ ചിക്കൻ ലിവറും അതൊന്നും ഒത്തിരി ഒന്നും കൊടുക്കില്ല, അതിന്റെ മെറ്റാബോളിസത്തിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 to 12 സെന്റിമീറ്റർ നീളം വെക്കത്തുള്ളൂ. അത് കാരണം വളർത്താനും നല്ല സിമ്പിളാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ ഇടത്ത് ഇത് ബ്രീഡ് ആയിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റീവിൽ തന്നെ ബ്രീഡ് ആകുന്ന ഒരു ടൈപ്പ് സ്നേക്ക് ഹെഡാണ് നമ്മുടെ ചെന്ന ആൻഡ്രാവ്. പിന്നെ മെയിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫീമെയിലും മെയിലിനേക്കാളിലും ഇച്ചിരൂടെ സൈസ് ഉണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിലൊക്കെ ഇത് കുറേ നാളായിട്ട് അവൈലബിൾ ആയിട്ട് തുടങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് കിട്ടുന്ന സാധനമാണ് നമ്മുടെ ചെന്ന ആൻഡ്രാവ്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഡ്വാർഫ് വെറൈറ്റി തന്നെയാണ്. ചെന്ന ബ്ലഹേരി എന്നാണ് ഇതിന്റെ പേര്. ഇത് മെയിനായിട്ട് ബ്രഹ്മപുത്ര ബേസിസിലാണ് കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആസാം, അരുണാചൽ പ്രദേശ്, നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ. ഇത് നമ്മുടെ ആൻഡ്രാവ് പറഞ്ഞിട്ട് തന്നെ ഡാർക്ക് വെറൈറ്റി ആണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു സൈസും നീളവും വെക്കുന്നതാണ്. ഒരു ഏകദേശം ഒരു 18 സെന്റിമീറ്റർ വരെ വളർച്ച വരുന്നതാണ് നമ്മുടെ ചെന്ന ബ്ലഹേരി. ഇതിനെ വേറൊരു പേരിലും അറിയപ്പെടും, റെയിൻബോ സ്നേക്ക് ഹെഡ്. കാരണം ഇത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഇതിന്റെ കളറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവും. അത് കാരണമാണ് ഇതിന് റെയിൻബോ സ്നേക്ക് ഹെഡ് എന്നുള്ള പേര് കിട്ടുന്നത്. ഇതിന്റെ പേര് വരുന്നതെന്ന് പറഞ്ഞാൽ ജർമ്മൻ ഫിഷ് കളക്ടർ ഹെയ്ക്കോ ബ്ലെഹർ, പുള്ളിയുടെ പേരിൽ വെച്ചാണ് ഇതിനെ ചെന്ന ബ്ലഹേരി എന്നുള്ള പേര് വന്നത്. ഇതും നമ്മുടെ ആൻഡ്രാ പറഞ്ഞുകൊണ്ട് തന്നെ ചെറിയ ഫിഷുകൾ, ബ്ലഡ് വേം, ഇതൊക്കെ നന്നായിട്ട് എടുക്കും. അപ്പം ചെറിയ സ്നേക്ക് ഹെഡ്സിനെ വളർത്തുന്ന ആഗ്രഹിക്കുന്നവർക്ക് ബ്ലഹേരി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഗോൾഡൻ കോബ്ര, ചെന്ന ഔറൻഡി മാക്കുലേറ്റ. ഏണ്ട് അവൻ ഈ ടാങ്കിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ വെള്ളം എല്ലാം കുറച്ചിട്ട് വെക്കുക ഇവനെ ഒന്ന് കാണിക്കാൻ. നല്ല അഗ്രസീവ് സ്നേക്ക് ഹെഡാണ്. അതുപോലെ തന്നെ നല്ല സൈസും വെക്കും. ഏകദേശം ഒരു 40 സെന്റിമീറ്റർ മണ്ടയ്ക്ക് നീളമൊക്കെ വരുന്ന ഒരു സൂപ്പർ അഗ്രസീവാണ് നമ്മുടെ ഗോൾഡൻ കോബ്ര. കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചാടിക്കടിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. ഇതിന് ഗോൾഡൻ കോബ്ര എന്നല്ലാതെ ഓറഞ്ച് സ്പോട്ടഡ് സ്നേക്ക് ഹെഡ് എന്ന് അറിയപ്പെടും. ഈ ഓറഞ്ച് മാക്കുലേറ്റ എന്ന് പറയുന്നത് തന്നെ ഓറഞ്ച് സ്പോട്ടഡ് ലാറ്റിനോട് അതിൻ്റെ ഇതിൽ നിന്നാണ് നമ്മുടെ ഓറഞ്ച് മാക്കുലേറ്റ എന്നുള്ള പേര് വന്നേക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ബ്ലഹേരിയുടെ കൂട്ട് തന്നെ ആസാം, വെസ്റ്റ് ബംഗാൾ എന്നിങ്ങനെയുള്ള ഏരിയയിലാണ് നമ്മുടെ ഗോൾഡൻ കോബ്രയും കാണപ്പെടുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് വെക്കും, നല്ലതായിട്ട് സൈസ് വെക്കുന്ന കാരണം ചെറിയ അക്വരത്തിനകത്തൊന്നും അതിനെ വളർത്താൻ പറ്റില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേബിയാണേ, വലിയ സൈസ് ആയിട്ടില്ല. സൈസ് ആയി കഴിഞ്ഞാൽ ഈ അക്വേറിയം ഇതിന് പറ്റാതെ വരും. അപ്പോൾ ഇച്ചിരി വലിയത് വേണം. അതുപോലെ തന്നെ നല്ല അഗ്രസീവ് വെറൈറ്റിയാണ് നമ്മുടെ മാക്കുലേറ്റ. ഞാനിപ്പോൾ ഫീഡ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിൽ നിന്ന് പിടിക്കുന്ന ഫിഷസിനെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചിക്കൻ ഹാർട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ വേമും എല്ലാം എടുത്തോളും. നല്ല ഫീഡിങ് കാണാൻ നല്ല രസമാണ്. എല്ലാം സൂപ്പർ ഫാസ്റ്റ് ആയിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നതെല്ലാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി മോൺസ്റ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഡാർക്ക് വെറൈറ്റി അല്ല, അതിനേക്കാൾ ഇച്ചിരി സൈസ് വെക്കുന്നതാണ്. അതാണ് നമ്മുടെ ചെന്ന സ്റ്റുവർട്ടി. ഇത് ആസാമീസ് സ്നേക്ക് ഹെഡ് എന്നും ഗോൾഡൻ സ്നേക്ക് ഹെഡ് എന്നും അറിയപ്പെടും കേട്ടോ. ഇച്ചിരി സെമി മോൺസ്റ്റർ ആയിട്ട് തന്നെ ഏകദേശം ഒരു 35 സെന്റിമീറ്റർ മണ്ടയ്ക്ക് ഇത് നീളം വെക്കും കേട്ടോ. ഇത് പറഞ്ഞ പോലെ തന്നെ ഫീമെയിൽ ഇച്ചിരി സൈസ് വെക്കും. പക്ഷേ മെയിലിനായിരിക്കും ഇച്ചിരി കളറേഷൻ കൂടുതൽ, ഇച്ചിരി ബ്ലൂ കളറേഷൻ എക്സ്ട്രാ ആയിരിക്കും മെയിലിന്. ആസാം മാത്രമല്ല, നമ്മുടെ നേപ്പാൾ റീജിയനിലും ഇതിനെ കണ്ടിട്ടുണ്ട്.
പിന്നെ വേറൊരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല പേരിൽ അറിയപ്പെടും. ഇതിനെ ചന്ന സ്റ്റുവർട്ടി കാർബി അല്ലോ എന്നും, ചന്ന സ്റ്റുവർട്ടി കലിഹോല എന്നും, ചന്ന സ്റ്റുവർട്ടി ഹിമാലയ എന്നിങ്ങനെ കുറേ പേരുകൾ അറിയപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ റീജിയനിൽ കാണുന്നതിനനുസരിച്ച് പേരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പം കാർബി അല്ലോ എന്ന് പറഞ്ഞാൽ ആസാമിലെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ പേരാണ്. അപ്പോൾ അവിടെ കാണുന്നതിനാണ് ചന്ന സ്റ്റുവർട്ടി കാർബി അല്ലോ എന്ന് പറയുന്നത്. കലിഹോല എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തിന്റെ പേരാണ്. പിന്നെ ഹിമാലയ. അങ്ങനെ ഈ ഒരു ഏരിയ കാണുന്നതനുസരിച്ച് ഇതിന്റെ പേരിൽ ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. എല്ലാം സെയിം സ്പീഷീസ് തന്നെയാണ്, പക്ഷേ ചെറിയ കളറേഷൻ ചേഞ്ച് ഉണ്ട് ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാണുന്നതുകൊണ്ട്. അപ്പം പേരിലും മാറ്റം വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ ലാസ്റ്റ് ഫിഷാണ് നമ്മുടെ ചന്ന ബ്രൂണിയ. ഇതിനെ ചോക്ലേറ്റ് ബ്ലഹേരി എന്നും അറിയപ്പെടും കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഹേരി ഇതിനെ കണ്ട ഏകദേശം സെയിം ആയിട്ട് ഐഡന്റിക്കൽ ആയിട്ടിരിക്കും. 2013 സംതിങ് വരെ ബ്ലഹേരി എന്നുള്ള പേരിലാണ് ഇത് രണ്ടും അറിയപ്പെടുന്നിരുന്നത്. പിന്നാണ് ഇതിനകത്തുള്ള ചേഞ്ചസ് മനസ്സിലാക്കി ഇതിനെ സെപ്പറേറ്റ് വെറൈറ്റീസ് ആക്കിയത്. ഈ ബ്രൂണിയ എന്നുള്ള പേര് വരാൻ കാരണം ലാറ്റിൻ വേർഡായ ബ്രൗൺ എന്ന് വെച്ചാൽ ബ്രൗണിഷ് കളർ ഈ ബ്രൂണിയക്കകത്ത് ഇച്ചിരി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ചന്ന ബ്രൂണിയ എന്നുള്ള ഒരു പേര് കിട്ടിയതിന്. അപ്പോൾ ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇതെപ്പോഴും കൺഫ്യൂഷൻ ആകും കേട്ടോ. ബ്ലഹേരിയുമായിട്ട് ചന്ന ബ്രൂണി എപ്പോഴും കൺഫ്യൂഷൻ ആകും. അത് കാരണം ഈ വിൽക്കുന്നവർക്കും ഇത് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ബ്രൂണിയക്കകത്താണെങ്കിൽ യെല്ലോഷും ബ്രൗണും ഇച്ചിരി കൂടെ കൂടുതലായിരിക്കും ബ്ലഹേരിയെക്കാട്ടിലും. പിന്നെ ചെറിയ ഡാർക്ക് വെർട്ടിക്കൽ ബാൻസ് ഉണ്ട് ബോഡിയുടെ മണ്ടയ്ക്ക്. അത് പക്ഷേ ബ്ലഹേരിക്കില്ല. ഈ ഒരു ചെറിയ ചേഞ്ചസ് ആണ് ഈ ഇതിന് തമ്മിൽ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ നമ്മുടെ ബ്ലഹേരിയെ റെയിൻബോ സ്നേക്കറ്റ് എന്ന് വിളിക്കാൻ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത് വാട്ടറിന്റെ കണ്ടീഷനും സ്ഥലമൊക്കെ അനുസരിച്ച് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് ബ്ലഹേരിയെ റെയിൻബോ സ്നേക്കറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ബ്രൂണിയയ്ക്ക് ആ ഒരു ചേഞ്ചസ് ഒന്നുമില്ല. ഇതെപ്പോഴും സ്റ്റേബിൾ കളറിൽ തന്നെ ആയിരിക്കും. അപ്പം ഗൈസ്, ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു 5 ടൈപ്പ് സ്നേക്കറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് ബാക്കി വെറൈറ്റീസിനെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന സ്നേക്കറ്റിനെ കുറിച്ച് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ